കുരങ്ങ് ട്രെയിനിനകത്ത് കയറുന്നു ഗൈസ്. എന്താ ചെയ്യുവേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേൽ നീലഗിരി എക്സ്പ്രഷനാണ് പോകാൻ പോകുന്നത്, അതും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മേട്ടുപ്പാളയം വഴി ഊട്ടിക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് കിട്ടുമോ നോക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി മേട്ടുപ്പാളയത്തു നിന്ന് നമുക്ക് ഊട്ടിക്ക് പോകാനായിട്ട് നോക്കണം. അപ്പം ഇപ്പോൾ 4:45 ആയിട്ടുണ്ട്. നമ്മളിപ്പം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഇപ്പം നീലഗിരി എക്സ്പ്രസ് വരും. ആക്ച്വലി 5:10 വരേണ്ട വണ്ടിയാണ്, അത് നേരത്തെ വരുന്നുണ്ട്. കോയമ്പത്തൂർ കഴിഞ്ഞ് അതിന് സ്റ്റോപ്പ് മേട്ടുപ്പാളയമാണ്. MGR ചെന്നൈ സെൻട്രലിൽ നിന്നാണ് വണ്ടി എടുക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി റിസർവേഷൻ എടുത്തിട്ടുള്ള ജനറൽ ടിക്കറ്റിലാണ് പോകാൻ പോകുന്നത്, ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകാൻ പോകുന്നത്. സീറ്റ് കിട്ടുമോ ഒരു ഉറപ്പില്ല, കാരണം അത്യാവശ്യം നല്ല ആൾ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ നിന്നും വരുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ കോയമ്പത്തൂർ മാക്സിമം ആൾക്കാർ ഇറങ്ങുമായിരിക്കും, കാരണം അടുത്ത സ്റ്റേഷൻ മേട്ടുപ്പാളയമാണ്, അത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. നീലഗിരി എക്സ്പ്രസ്സിന് അങ്ങോട്ടേക്ക് ഒരു സ്റ്റോപ്പേ ഉള്ളൂ, എന്നാലും 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ മെമോ ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ 10 രൂപ വരെ ഉള്ളൂ. ഒരു 1 അവർ ജേണിയാണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് വരുന്നത് കേട്ടോ. ഇപ്പം 5:20 ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 6:20 ആകുമ്പോഴത്തേക്കും നമ്മൾ മേട്ടുപ്പാളയം എത്തുവേ. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, ദൂരേന്ന് വരുന്നുണ്ട്. എൻജിൻ LHP ബസ്സാണ് വരുന്നത്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി. ഞാൻ സ്വെറ്ററിൻ്റെ അടിയിൽ ഒരു വൂളൻ്റെ ഒരു ഡ്രസ്സ് ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്കധികം തണുപ്പടിക്കുന്നില്ല, ചെറിയൊരു ചൂടടിക്കുന്നുണ്ട്. ഇനി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ മൂട്ടി ചെല്ലുമ്പോൾ എന്ത് തണുപ്പായിരിക്കും. അവിടെ മഞ്ഞൊക്കെ കാണപ്പെടുന്നു പറയുന്നത് കേട്ടായിരുന്നു. അനിയും വെച്ചോണ്ടാണ് ഞാൻ ഊട്ടിക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയിലെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തേക്കാണ്. എൻജിനൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് മേട്ടുപ്പാളയം തന്നെയാണ്. ഇതിനിടയിൽ നല്ല കിടിലൻ വഴികളൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. നോക്കാം. കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ സ്റ്റോപ്പില്ല നമുക്ക്. ഞാൻ എല്ലാം അടച്ചിട്ടാലോ എന്ന് വിചാരിക്കാം. എന്നിട്ട് വെട്ടം വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. മേട്ടുപ്പാളയം വന്നെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മാരേജ് ട്രെയിൻ നോക്കിയപ്പം 1 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട്. മേട്ടുപ്പാളയം MTP. അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം എത്തി. ഇനിയിപ്പോൾ നമുക്ക് ടോയ് ട്രെയിൻ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കണം, ഇല്ലെങ്കിൽ ബസ്സെല്ലാം പിടിച്ച് പോകേണ്ടി വരും. നമ്മുടെ ടോയ് ട്രെയിൻ പ്ലാറ്റ്ഫോം 2 കിടപ്പുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കാം. നല്ല ആളുണ്ട്, ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ആക്ച്വലി ജനറൽ ടിക്കറ്റിൻ്റെ ഒരു ലൈനുണ്ട്, അതിൽ ഞാൻ കയറി നിൽപ്പുണ്ട്. ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. എങ്ങനെയാണ് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് എന്നോട് ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ ഈ ലൈനിൽ നിൽക്കാനായിട്ടാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. 7 മണിക്കുള്ള ഡിസ്പോസ് ഇല്ലെന്നെ 10 രൂപ ബോട്ടിലേക്ക് 500 രൂപ ഫൈനാവും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ എടുത്തിട്ട് ആളെ കയറ്റിയെല്ലാം എഴുതി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും കിട്ടി. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവൈലബിൾ അല്ല. ആക്ച്വലി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ബട്ട് ഞാൻ കുപ്പി എടുക്കാൻ മറന്നു ഗൈസ്.
എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. മരുന്ന് കഴിക്കാനുണ്ട്, വെള്ളമില്ല, വെള്ളം മൊത്തം കളഞ്ഞു. 30 രൂപയ്ക്ക് 2 ലിറ്ററിന്റെ വെള്ളം അത് ഫുള്ള് കളഞ്ഞു. അങ്ങനെ നമ്മളിതേ പോയി ടിക്കറ്റ് എടുത്തു. നമുക്ക് ഒരാൾക്ക് 175 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ജനറൽ ടിക്കറ്റ് ചാർജാണ്. ഇവിടുന്ന് ഊട്ടി, മേട്ടുപ്പാളയം ടു ഉദകമംഗലം എന്ന് പറഞ്ഞാൽ ഊട്ടി. നേരം വെളുത്തുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ജനലൊക്കെ കാത്തിട്ടുണ്ട്. ഇപ്പോൾ 6:30 ആയിട്ടുള്ളൂ. 7:10 വണ്ടി എടുക്കുള്ളൂ. ഇതാണ് നമ്മുടെ ടോയ് ട്രെയിനിന്റെ എൻജിൻ വരുന്നത്. ഒരുപാട് നാളത്തെ സ്വപ്നമാക്കി. നീലഗിരി താഴെ You pick up plastic items on banned immediately. Kindly avoid the usage of plastic. നമ്മുടെ കാർട്ടൂണുകളിലൊക്കെ കടന്നു കൂട്ടത്തെ ഒരു സീറ്റിംഗ് വരുന്നത്. You pick up plastic items on banned immediately. Kindly avoid the usage of plastic. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യാം. നല്ല രസമുണ്ട്, പുക വരുന്നത്. അങ്ങനെ നമ്മള് ടോയ് ട്രെയിനിൽ ഊട്ടിക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ഹോൺ അടിച്ചേക്കാണ്. ഇപ്പൊ കറക്റ്റ് 7:10 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിവിടെ ഡംപ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വണ്ടി എടുത്തേ. ഓക്കെ, നമ്മൾ തിരിച്ചാ പോകുന്നത്, ഇങ്ങനെയാ പോകുന്നത്. മേട്ടുപ്പാളയം കണ്ടറിയുന്നുണ്ട്. ലെഗ് പീസ് തീരെയില്ല കേട്ടോ, തീരെയില്ല ലെഗ് സ്പേസ്. കാലൊക്കെ വേദനിക്കുന്നു ഇങ്ങനെ ഇരുന്നിട്ട്. നമ്മുടെ ഈ ടോയ് ട്രെയിൻ മേട്ടുപ്പാളയം ടു ഉദയമംഗലം എന്ന് വെച്ചാൽ ഊട്ടി വരെ 46 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ 13 സ്റ്റേഷൻസ് വരുന്നുണ്ട് നമ്മുടെ ഈ ട്രെയിന്. പിന്നെ ഈ 46 കിലോമീറ്റർ ഏകദേശം 4-5 മണിക്കൂർ എടുത്താണ് കവർ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കയറ്റം കയറിയും അതേപോലെ വലിയ ഗുഹകളും മലകളും ഒക്കെ കയറിയാണ് നമ്മൾ ഈ ട്രെയിനിൽ പോകുന്നത്. വളവുണ്ടാവും. പതുക്കെയാണ് നമ്മുടെ ഈ ട്രെയിൻ ആക്ച്വലി നമ്മളെ ഊട്ടിയിലെത്തിക്കുന്നത്. കാരണം ഇത് കുറച്ച് ഡേഞ്ചറസ് ആയൊരു റൂട്ടും കൂടെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. നമുക്ക് 5 മിനിറ്റ് ഇവിടെ ഇറങ്ങിയൊക്കെ നിൽക്കാം കേട്ടോ. കല്ല സ്റ്റേഷൻ. ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ഗാർഡ് ഇരിക്കുന്നത്. കാരണം ബ്രേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ലോക്കോ പൈലറ്റുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഗാർഡ്സ് അവിടെ ഇരിക്കുന്നത്. മെയിൻലി ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവരവിടെ ഇരിക്കുന്നത്. കാരണം കയറ്റം കയറുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും ബ്രേക്കിൻ്റെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിരിക്കുന്നത്.
അതേപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് അത്ര സേഫും കൂടെ അല്ലാത്തതുകൊണ്ട് ഒരു 9 km/h ഉള്ളൊരു രീതിയിലാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഭയങ്കര പതുക്കെയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഈ ടോയ് ട്രെയിന് പോകുമ്പോഴത്തേക്കും നമ്മളൊരു വണ്ടി വിളിച്ച് എല്ലാവരുമായിട്ട് ട്രിപ്പ് പോകുന്നൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരുമായിട്ട് ഭയങ്കര മിങ്കിളായി എല്ലാവരും ഓരോ സ്റ്റേഷൻസിലൊക്കെ ഇറങ്ങി ഭയങ്കര കമ്പനിയായിട്ട് നല്ല രസമാണ് പോകാനായിട്ട്. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലെങ്കിൽ പോലും നമ്മളൊരു ഫാമിലി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമലി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. കാരണം എത്രയും പേരെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ സംസാരിച്ചു കൂടിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര ഒരു ഉല്ലാസ യാത്ര നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അത് അടിപൊളി തന്നെയാണ് കേട്ടോ. ആക്ച്വലി വണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ വലിച്ചോട്ട് വഴി പോകാനായിട്ട്. 1908 നമ്മുടെ ഈ ടോയ് ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങുന്നത്. അന്നൊക്കെ ഗവൺമെന്റുമായിട്ടുള്ളൊരു എഗ്രിമെന്റിൽ മദ്രാസ് റെയിൽവേ ആയിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ അത് വാങ്ങുമായിരുന്നു ചെയ്തത്, പർച്ചേസ് ചെയ്യുമായിരുന്നു ചെയ്തത്. ആക്ച്വലി വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെയാ പറയണമെന്ന് അറിയില്ല. നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്ന ഭാഗമാണെങ്കിൽ എഞ്ചിൻ ഇരിക്കുന്നതിന്റെ സൈഡിലാണെങ്കിൽ ഇടത് ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ വലത് ഭാഗത്തും മാക്സിമം ഇരിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗമാണ് അടിപൊളി ഒരു സീനറീസ് ഉള്ളത്. ആ ഒരു ഭാഗത്ത് അടിപൊളി വ്യൂസ് ആയിരിക്കും. എനിക്ക് കിട്ടിയത് ആക്ച്വലി റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് ഭാഗമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്തെ ഭംഗിയാണ് എടുക്കാൻ പറ്റിയത്. അതും വലിയ കുഴപ്പമില്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിനേക്കാൾ അത്ര അടിപൊളിയല്ല. പിന്നെ ഇത് ഫസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന ആ ടൈമിൽ മീറ്റർ ഗേജ് ഏറയിൽ ഇത് ചെന്നൈ വരെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ ആയിരുന്നു കേട്ടോ. പക്ഷെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിന്റെ ടാഗ് കിട്ടിയതിന് ശേഷം ഇത് മേട്ടുപ്പാളയം വരെ ആക്കിയിട്ട് മേട്ടുപ്പാളയം ടു ഊട്ടി ആക്കിയതാണേ. സ്റ്റോപ്പായിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് ആർക്കൊരു പിടിയില്ല. വീട് സ്റ്റാർട്ടായിട്ടുണ്ട്. ട്രാക്കിൽ ആനയുണ്ടെന്നോ എന്തൊക്കെയോ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് പുറകോട്ട് പോയി. ഇപ്പോൾ ടോയ് ട്രെയിനിൽ ഊട്ടിക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പി യൂസ് ചെയ്യുകയോ കൊണ്ടുപോകാതോ ഇരിക്കുക. കയ്യിൽ സ്റ്റീലിൻ്റെ കുപ്പിയോ അല്ലെ 5 ലിറ്ററിൻ്റെ വെള്ളമോ അതുവഴി കുടിക്കാനായിട്ട് ഒരു ചെറിയ ഗ്ലാസ്സോ എന്തെങ്കിലും കയ്യിൽ കരുതി വെക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു കുപ്പി, ഒരു 1 ലിറ്ററിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ കുപ്പിയോ അല്ലാതെ നമ്മൾ വാങ്ങി വെക്കുന്ന കുപ്പിയോ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. മേട്ടുപ്പാളയം കഴിഞ്ഞാൽ കൂണൂറിലാണ് നല്ല വെള്ളം കിട്ടുന്നത്. അവിടുന്ന് നമുക്ക് വെള്ളം റീഫില്ല് ചെയ്യാനും പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കേണ്ടതാണ്. പിന്നെ ഊട്ടിയിൽ ചെന്നാലും നമുക്ക് ബോട്ടിൽ വെള്ളം കിട്ടില്ല, 5 ലിറ്ററിൻ്റെ വെള്ളമേ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് കുപ്പി എന്തായാലും കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ കുപ്പിയൊന്നും കളയാതെ വേസ്റ്റും നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും റോഡിലൊന്നും കളയാതെ അതിൽ ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ ഡസ്റ്റ്ബിനിൽ വെക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന അവിടെ നിന്ന് വെള്ളക്കുപ്പി കിട്ടും. അത് നമ്മുടെ ഗ്ലാസിൻ്റെ കുപ്പിയാണ് കിട്ടുന്നത്. അത് 40 രൂപയ്ക്ക് ചെറിയൊരു കുപ്പിയാണ് കിട്ടുന്നത്. നമുക്ക് 2 കവിള് വെള്ളത്തിന് പോലും ഇല്ല. പിന്നെ കൂണൂരൊക്കെ ചെന്ന് നമുക്ക് റീഫിൽ ചെയ്തെടുക്കാം എന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ഉണ്ടാവുന്നതല്ല. മേട്ടുപ്പാളയം വരെ ഈവൻ മേട്ടുപ്പാളയത്തും എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക 20 രൂപയുടെ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ റെയിൽ നീരുണ്ടല്ലോ, അതെനിക്ക് മേട്ടുപ്പാളയത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്നും മൈൻഡിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. ട്രെയിനകത്ത് കയറി കഴിച്ചു നോക്ക്. ഇവിടെ ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട് എല്ലാരും നിന്ന് കാണാനായിട്ട്. നല്ല കിടക്കാച്ചിരിക്കും. കുരങ്ങ് ട്രെയിനകത്ത് കയറുന്നു കഴിച്ചു. അയ്യോ കുരങ്ങ സീന അവിടെ കൂട്ടുന്നുണ്ട്. പൊളി. അയ്യോ അതിനകത്തൊരെണ്ണമുണ്ടേ.
നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ നമ്മുടെ ക്യാബിനിൽ ഒരു കുരങ്ങുണ്ട് ഗൈസ്. എല്ലാവരും ഓടിച്ചുവിടുക. ഹോഗ്വാർഡ് എക്സ്പ്രസ്സിൽ പോകുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഹാരി പോട്ടറിന്റെ ഹുഡി ഇട്ടിട്ട് ഞാൻ ഹോഗ്വാർഡ് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാണ് ഗൈസ്. नीचे किसी का झोला ജോലി लेके गया कुछ वो अभी ये ही किया था. കുരങ്ങ് സീൻ, കുരങ്ങ് കട്ട സീൻ. ഇത്ര അടുത്ത് കുരങ്ങനെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. വന്ന് നോക്കുന്നുണ്ട് എങ്ങനെ അകത്ത് ചാടി കയറാ എന്ന്. ആ കുരങ്ങൻ പ്രഗ്നന്റ് ആവട്ടെ. അതുകൊണ്ടോ എനിക്കണോ നടിക്ക് വന്ന് അവൻ കുരങ്ങിനോട് അവന്റെ ബിസ്ക്കറ്റ് എടുത്തതിന് അവന്റെ ബിസ്ക്കറ്റ് എടുത്ത് കുരങ്ങ. അതിന് അവനോട് കുരങ്ങി പറയാ അപ്പൊ എല്ലാ കുരങ്ങൾക്കും തരോ? ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയുടെ ഇടയിൽ ഗുഹ. നല്ല വെയിലുണ്ട്. അത്യാവശ്യത്തിന് നല്ല വെയിലുണ്ട്. ഇനി നമ്മള് നല്ല ഒന്നാമത്തെ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെയും കുറഞ്ഞെടുക്ക്. അങ്ങനെയാണ് ആ നടുക്കണ്ട്. അത് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ്. അതിൽ പിടിച്ചാണ് ഇനി മല കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിന് മലയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു പിടിച്ച് കയറ്റാൻ ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ലൈക്ക് ഒരു പല്ല് പോലെ, അല്ലെങ്കിൽ നമ്മൾ മലയിൽ കയറുമ്പോഴത്തേക്ക് ഒരു കയറിൽ പിടിച്ച് കയറുന്ന ആ ഒരു സംഭവമൊക്കെ തന്നെ. ഞാൻ അതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ, വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാമേ. കൂനൂറ് തന്നെയാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം വരുന്നത്. അതിനുശേഷം ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. 3 സമോസയ്ക്ക് 50 രൂപ, 2 സമോസ 2 മുളക്. അങ്ങനെ നമ്മൾ ഹിൽഗ്രോവിൽ നിർത്തിയേക്കായിരുന്നു. ഇവിടുന്ന് ഒരു സമോസയും ഒരു മുളക് ബജിയും മേടിച്ച് കഴിച്ചു. 3 സമോസയ്ക്ക് 30 രൂപ, 30 അല്ല 50 രൂപ. സോറി 3 സമോസയ്ക്ക് 50 രൂപ, 3 മുളക് ബജിക്ക് 50 രൂപ, മൊത്തത്തിൽ 50 ഇവിടെ. ഇത്രയും ചായക്ക് 15 രൂപ. നമ്മൾ ചായ ഒന്നും വാങ്ങിയില്ല. ഈ വെള്ളത്തിന്റെ കാര്യം എന്താ ചെയ്യുന്നത്? ഞാൻ കുപ്പി എടുത്തോണ്ട് മറന്നുപോയി. എഞ്ചിനിൽ വെള്ളമൊക്കെ നിറച്ച് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാൻ നമ്മൾ വണ്ടി വിടാൻ പോവാണ്. വണ്ടി കയറ്റാൻ കയറാൻ പോവാ. നമ്മുടെ ട്രെയിൻ പകുതി ട്രാക്കിൽ കയറി, പകുതി ട്രാക്കിൽ കയറിയില്ല എന്ന് പറയണത്. അപ്പുറത്തെ ട്രാക്കിൽ ഇപ്പുറത്തെ ട്രാക്കിലേ പകുതി ഇവിടെ കയറി പകുതി വെളിയിൽ നോക്കാം. വണ്ടി എടുത്ത് ഗൈസ് നമ്മുടെ ഹോഗ്വാർഡ് എക്സ്പ്രസ് നമ്മുടെ ഹോഗ്വാർഡ്
നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ ചെറിയൊരു ഹോഗ്വാർഡ് എക്സ്പ്രസ് ആണ് ഇത്. നമ്മളങ്ങനെ എടുത്തേക്കാണ് കയറ്റം കയറാൻ പോകുന്നത്. കുട്ടി കയറ്റം കയറുന്നു. മല എണ്ണമേന്ന് കിടക്കാച്ച ഗുഹ വരുന്നുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. നമ്മള് പൂനൂരെത്തി കേട്ടോ. ആ സൈഡില് റോഡാണ്. വേറെ തന്നെ എക്സ്പീരിയൻസ് ആവട്ടെ ഇത്. വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഇത് പൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മള്. കിട്ടും. ഇത് വേറൊരു യൂണിവേഴ്സിലെത്തിയൊരു ഇത് ഡീസൽ എഞ്ചിനാ കേട്ടോ. വേറൊരു യൂണിവേഴ്സിൽ തന്നെ എത്തിയൊരു കേസരി തണുപ്പത്തെ ചൂട് ചൂട് കേസരി നല്ല രസമാണ്. നമ്മൾ വന്ന ലൈൻ ഇതാണ്. പറ്റിച്ച ഗൈസ് തിരിക്കാൻ കൊണ്ടുവന്നായിരുന്നു ഇങ്ങോട്ട്. ഇവിടുന്ന് ദേ വീണ്ടും നമ്മൾ പുറകിലോട്ട് തന്നെ പോകുന്നു. നമ്മൾ വന്ന വഴി ഇതാണ്. ഞങ്ങൾക്ക് പറഞ്ഞത് കറക്റ്റ്. നമ്മൾ വന്ന വഴി ഇതാണ്. റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ
പോകുന്നത്. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. ആണ് നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. 12:02 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഉദയമംഗലം എത്തി. ഇനി ഇവിടുന്ന് പോകാനുള്ള ആൾക്കാരെയാണ് ആ സ്റ്റേഷനിൽ കണ്ടത്. ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. അടിപൊളി യാത്രയായിരുന്നു, അടിപൊളി ട്രാവലായിരുന്നു. ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ ഈ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ്. മേട്ടുപ്പാളയം ടു ഊട്ടി അല്ലെങ്കിൽ ഊട്ടി ടു മേട്ടുപ്പാളയം ആ ഒരു ട്രെയിൻ ട്രാവൽ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം നേരത്തെ ബുക്കിംഗ് എല്ലാം കഴിയും. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം മേട്ടുപ്പാളയത്ത് നേരത്തെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും സീറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് നമ്മൾ നോർമൽ ട്രെയിനിൽ പോലല്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളെങ്കിൽ പോലും നമുക്കത് നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പം ഈ യാത്ര അടിപൊളിയായിരുന്നു. എത്രത്തോളം വീഡിയോയിൽ എനിക്ക് പകർത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ എത്രത്തോളം ഇത് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. പക്ഷേ ഇത് അടിപൊളി ഒരു യാത്രയായിരുന്നു. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിൻ റൂട്ട്, അതും ടോയ് ട്രെയിൻ റൂട്ടുള്ള, അപ്പോൾ ഒരിക്കലും അത് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയൊരു യാത്രയായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.